നമ്മുടെ തണ്ണിമത്തൻ കൃഷിയുടെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഏരിയെടുത്ത് മൾച്ചിങ് ഷീറ്റ് ഒക്കെ വിരിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എടുത്ത മൾച്ചിങ് ഷീറ്റ് ഹോൾ ഇല്ലാത്തതാണ്. അപ്പൊ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കൃഷി ഇറക്കുന്നതിന് മുമ്പായിട്ട് മൾച്ചിങ് ഷീറ്റിന്റെ മുകളിൽ ഹോൾ ഇടാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. 2 ഇഞ്ചിന്റെ വട്ടാണ് ഇത് വരുന്നത്. ഇതിന്റെ അകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ഹോളാണ്, കണ്ടില്ലേ? അപ്പൊ ഇതുവരെ നമുക്ക് ഇതിനകത്ത് കനലിടാൻ പറ്റും. ചിരട്ടയുടെ കനൽ നമ്മൾ അടുപ്പത്ത് റെഡി ആക്കിയിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ചിരട്ടയുടെ കനലാകുമ്പോഴേ നല്ല ചൂടുണ്ടായിരിക്കും. ഇനി അതല്ലെങ്കിൽ ചാർക്കോൾ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചാർക്കോൾ ഇടുന്നതാണ്. നമുക്കൊരു തലക്കന്ന് അങ്ങോട്ട് തുടങ്ങട്ടാ. മൾച്ചിങ് ഷീറ്റ് വിരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിനടിയിൽ കൂടി പൈപ്പ് ആദ്യം വലിച്ചല്ല. അപ്പൊ അതിന്റെ വെള്ളം വരുന്ന ഹോള് വരുന്നത് മുകൾക്കാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എവിടെയാണ് നമുക്ക് എന്ത് ചെയ്യണം ഹോൾ ഇടേണ്ടതെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇത് ചൂടുണ്ടായതുകൊണ്ട് ഇതിമ തട്ടരുത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഇതാ കറക്റ്റ് ഇവിടെ വെച്ച് കൊടുത്ത് ഇനി നേരെ വന്നിട്ട് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഹോൾ ഉണ്ടാക്കി പോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സിസ്റ്റം കണ്ടിടാ എങ്ങനെയുണ്ട്? ഇപ്പൊ അത് കണ്ടിട്ട് എങ്ങനെ ചെയ്യാ, പൈപ്പ് കേടുവരില്ല എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ പൈപ്പാണ് ഇതിന് താഴെട്ടുള്ളത്. അപ്പോൾ പൈപ്പ് കേട് വരാത്ത രീതിയിൽ വേണം നമ്മൾ എന്ത് ഹോൾ ഇടാൻ. നമുക്ക് ഈ പൈപ്പ് മുകൾക്ക് പൊന്തിക്കണ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാ ഇതേപോലെ ഇങ്ങനെ കുത്തിപ്പോകും. അങ്ങനെ ഈസി ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കുത്തിപ്പോകാം. കാരണം നമുക്കറിയാം ആ പൈപ്പിന്റെ ആ ഇത് വരുന്ന ഭാഗം ഇവിടെ പൊന്തിക്കുന്നുണ്ട് കറക്റ്റ്. ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇവിടെയാണ് അത്. എങ്ങനെയുണ്ട് ഈ ഒരു സിസ്റ്റം? അടിപൊളിയല്ലേ? ഹോൾ ഇട്ടുകൊണ്ടിരിക്കുന്നതിലിടയ്ക്ക് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിന് ചെറിയൊരു തകരാറ്. പിടുത്തം ഇവിടെ ടൈറ്റ് അല്ല. ഇപ്പോൾ വാഷർ ഇട്ടിട്ട് ടൈറ്റ് ആക്കാന്ന് പറഞ്ഞു. സുഹൃത്ത് അബ്ദുറഹ്മാൻ ഇതാ നമ്മുടെ തോട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഹോൾ ഇടുന്ന കണ്ടപ്പോൾ അവനൊരു പൂതി ഹോൾ ഇടാൻ. ഇവിടെ മാർക്ക് നോക്കിട്ട് കറക്റ്റായിട്ട് പൈപ്പ് മോട്ടാക്കുവോ ജി? ആ, നൗഫിൽ ഗൾഫ് പോയതിൻ്റെ ശേഷം ഇവനൊക്കെ തോട്ടത്തേക്ക് ഇറങ്ങാൻ മറന്നുപോയി. അതിന് ആ നെറ്റ് ബോൾട്ട് നല്ല ലൂസുണ്ട്. നമ്മളത് മാറ്റി കൊടുത്തിട്ടും ടൈറ്റായി കിട്ടുന്നില്ല അവിടെ. പിന്നെ ഇവിടെ നിന്ന് വാഷറൊക്കെ കൊടുന്ന് റെഡിയാക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മയുണ്ട്. കറക്റ്റായിട്ട് തന്നെ ഹോൾ ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പൈപ്പ് ഇടുന്ന സമയത്ത് നമ്മൾ ടൈറ്റ് ആക്കിയിട്ട് ആ വെള്ളം ഇറ്റുന്ന ഡ്രോപ്പ് ഉണ്ടല്ലോ മുകൾക്കായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ ഹോൾ ഇടേണ്ടതെന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റും. അത് കൈമടല്ലേ, അത് പൈപ്പല്ലേ, പൈപ്പ് മുറിച്ച് വിറ്റേണ്ടി വരും. സിപ്പ പൈപ്പിന്റെ ഡ്രിപ്പ് വരുന്ന ഏരിയയാണ് വെള്ളം ഇറ്റുന്ന ഏരിയ. ആ ഏരിയന്റെ തൊട്ടടുത്ത് പോയിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കുത്തിയാൽ മതി. അടിയിൽ പൈപ്പ് വലിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാൾ നിന്നിട്ട് എന്ത് ചെയ്യേണ്ടി വരും, മാർക്ക് ചെയ്യേണ്ടി വരും. ഈ ഹോൾ എവിടെ വരുന്നതെന്നുള്ളത് മാർക്ക് ചെയ്ത് പോകേണ്ടി വരും. ഇത് ചിലതൊക്കെ മുകളിൽ ഇങ്ങനെ കാണുന്നുണ്ട്, മുകളിൽ കാണാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് പോകേണ്ടി വരും. ഹോളുള്ള ഷീറ്റാണ് നമ്മൾ എടുത്തത് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ചാർക്കോൾ ഇട്ട് കൊടുത്തോണ്ടേ ഇടയ്ക്ക് ഇതേമാതിരി ഒന്നിങ്ങനെ ഊതി കൊടുത്താൽ മതി. തുടക്കത്തിൽ നമ്മൾ രാവിലെ തുടങ്ങിയത് ചിരട്ടക്കനലിട്ടിട്ടാണ്. പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടുപ്പത്ത് പോയിട്ട് പിന്നെയും ചിരട്ടിട്ട് എടുത്ത് കൊണ്ടേണ്ട അവസ്ഥ ഉണ്ട്. ഇത് ചാർക്കോൾ തീരുമ്പോൾ ഇടയിൽ കൂടി ഇതിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. നാളെ വൈകിട്ട് തണ്ണിമത്തൻ്റെ വിത്ത് നമ്മളിതാ ഇവിടെ പാടത്ത് കൃഷിയിടത്തിലേക്ക് തൈ വെക്കണം എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ രാത്രി നിന്നിട്ട് അതിന് വേണ്ടിയില്ല, പണികളൊക്കെ തീർക്കണം. ഹോൾ ഇടുന്ന പരിപാടിയിലാണ് നമ്മളുള്ളത്. നമ്മളെ കൃഷിയിടത്തു നിന്ന് ട്രെയിൻ പോകുന്ന കാഴ്ച വളരെ മനോഹരമാണെന്ന് ഒരുപാട് സുഹൃത്തുക്കൾ പറയാറുണ്ട്. ഇത് രാത്രി ട്രെയിൻ പോകുന്നൊരു വിഷ്വൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാണ്. കട്ടക്ക് കൂടെ ഉപ്പുണ്ട് സപ്പോർട്ടായിട്ട്. രാത്രി ഉപ്പ് ടോർച്ച് അടിച്ചിരുന്ന് ഞാനിതിവിടെ ഹോൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഹോൾ ഇതാ പണ്ടടിച്ചാണ് ഇവിടെ ഹോൾട്ട്. എന്നിട്ട് ഈ കാണുന്ന ഏരിയയിലൊക്കെ ആ കണ്ടത്തിലൊക്കെ നമ്മൾ ഹോൾട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം പകല് വൈകിട്ടായിട്ട് നമ്മൾ തണ്ണിമത്തൻ്റെ തൈകളൊക്കെ ഇങ്ങോട്ട് പറിച്ച് നടാനുള്ള പ്ലാനിങ്ങിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ രാത്രി തന്നെ ഈ ഹോളുകൾ ഇടാൻ തീരുമാനിച്ചത്.